കുറച്ച് ബീൻസ് പറിക്കണേ കേട്ടോ. ഇങ്ങനെ കിടന്ന് മൂത്ത് പോയാൽ നമുക്ക് ഉപകാരമില്ല. ഈ ബീൻസ് ഇതിൻ്റെ തണ്ടും കൂടെ പോകില്ലേ. കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് കേട്ടോ. അപ്പോൾ ഇനി മുന്നോട്ടും ഇങ്ങനെ തന്നെ ആവണേ. ഈ ബീൻസ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ മഴയ്ക്കൊക്കെ കുറച്ച് പച്ചക്കറികളൊക്കെ നട്ട് കയറ്റിക്കൊണ്ട് വന്നുകൊണ്ട് അത്യാവശ്യം പച്ചക്കറികളൊക്കെ ഇപ്പോൾ പറിക്കാനുണ്ട്. മഴക്കാലം ആവണം വരെയൊക്കെ. അടഞ്ഞ് മഴ പെയ്താൽ പിന്നെ ഇതെല്ലാം പാടെ പോകും കേട്ടോ. അതുകൊണ്ട് എല്ലാ ദിവസവും മാറി മാറി കറി വെക്കാനുണ്ട് കേട്ടോ. പിന്നെ മഴക്കാലമായാലാണ് നമ്മുടെ ചേമ്പന്തോരനും കപ്പളങ്ങയും ആശ്രയിക്കേണ്ടി വരുന്നത് കേട്ടോ. അതുവരെ നമ്മുടെ പയറ്, ബീൻസ്, കോവയ്ക്ക, പിന്നെ ബ്രിഞ്ചാൾ, പിന്നെ കുറച്ച് പാവയ്ക്കയും കൂടെ ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ മാറി മാറി നമുക്ക് ഉണ്ടാക്കാനുണ്ട്. ഇതിലൊന്നും പെടാതെ നമ്മുടെ ചുമന്ന ചീര, പച്ചച്ചീര, സാമ്പാർ ചീര, വേലിച്ചീര ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ പറഞ്ഞു വന്നപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ ഏതെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒന്ന് ഷെയറും കൂടെ ചെയ്താൽ നമുക്കൊരു സപ്പോർട്ടാകും. നിലത്തെങ്ങാനും സ്ഥലമില്ലാഞ്ഞിട്ടാണ് പൊക്കത്തിലേക്ക് കയറണമെന്ന് ആരും വിചാരിക്കരുത് കേട്ടോ. എൻ്റെ ഈ ബീൻസിൻ്റെ തണ്ട് ചീമക്കൊന്നൊക്കെ മേളിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറേ കിടക്കുന്നുണ്ട്. അതൊന്ന് പറിക്കാൻ വേണ്ടി ഞാൻ കയറണേ കേട്ടോ. കാലിലാട്ടോ സ്റ്റൂൾ നിൽക്കണേ. അതിൻ്റെ ഒരു ചെറിയ ടെൻഷനിലും കൂടെയാണ്. കാലില്ലാത്തതുകൊണ്ടല്ല, നേരെ നിർത്താൻ പറ്റണില്ല സ്റ്റൂൾ, അതുകൊണ്ടാട്ടോ. അപ്പുറം നട്ടതൊക്കെ വിടർന്നു. ഇതൊക്കെ വിടർന്നു വന്നു. കൊന്നയുടെ ചവറൊക്കെ ഞാൻ ബീൻസിൻ്റെ മേളിൽ നിന്ന് ഇതാട്ടോ. നോക്കി ഒരു മുട്ട കയറി വന്ന് നോക്കി. അതിനെ എങ്ങോട്ട് നോക്കി കണ്ടോ. നമ്മുടെ സാമ്പാർ ചീര കണ്ടോ മുറ്റത്തേക്കൂടെ നിൽക്കണ്ട. അപ്പോൾ ഇന്ന് ഇതങ്ങ് ഒടിച്ച് കറി വയ്ക്കാം. മുട്ട പൊരിക്കോ തോരൻ വയ്ക്കാനൊക്കെ നല്ല കേട്ടോ. നമ്മുടെ ഈ ബീൻസൊക്കെ ഇവിടെ നിൽക്കണം. ബീൻസ്, പയറ്, പാവൽ എല്ലാത്തും മുറ്റത്തായിട്ട് നിൽക്കണേ. പിന്നെ ഞാൻ ഇത്തിരി മണ്ണിട്ട് കൊടുത്ത് അതങ്ങ് കയറി. ഇവിടെയാണെങ്കിലൊക്കെ എന്താണ്ടോ സാമ്പാർ ചീര ഇഷ്ടമാതിരി ഉണ്ടായുണ്ട്. എനിക്ക് ഈ സാമ്പാർ ചീര മുറ്റത്തുനിന്ന് ഒന്നും ഒഴിവാക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പറിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ തോരനും ആവും, മുറ്റം റെഡി ആവുമല്ലോ. എന്തോരം തക്കാളി തൈ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇത് നമ്മുടെ പാവലുണ്ട്, ബീൻസുണ്ട്, പയറുണ്ട്, എല്ലാം മിക്സ്ഡ് ആട്ടോ. അതിനിടയ്ക്ക് ഒരു കരിയാപ്പ് കയറി വരുന്നുണ്ട്. നമ്മുടെ പാവയ്ക്ക കണ്ടോ, ഇങ്ങനത്തെ ചെറിയ പാവയ്ക്കാണ്. അയ്യോ പാവയ്ക്ക എന്ത് ഇത് കണ്ടോ. ബീൻസൊക്കെ കായ്ച്ചു കണ്ടോ. ഞാൻ പറിച്ചാർന്ന പയർ എല്ലാം കൂടെ ഒരു കമ്പേക്കൂടെയാണ് കയറിപ്പോണത്. അതുകൊണ്ടൊരു ചെറിയ ഉണ്ടോ. നമ്മുടെ പാവലൊക്കെ കയറി വന്നപ്പോഴത്തേക്കും നമ്മുടെ കരിയാപ്പിനൊക്കെ ഒരു ക്ഷീണമായി. ഇതെല്ലാം ഈ പാവലോ ബീൻസും പയറും എല്ലാം ഈ മുറ്റത്താട്ടോ തന്നെ ഉണ്ടായി വന്നതാണ്. ഇന്നത്തെ തോരൻ ഇതായിക്കോട്ടെ. ജസ്റ്റ് അങ്ങ് തോരനാക്കി ഒത്തിരി നേരമൊന്നും എടുക്കാനൊന്നും ഇല്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇളക്കി വാങ്ങാനുള്ളതേ ഉള്ളൂ. തേങ്ങയൊക്കെ ഇട്ടാൽ നല്ല. പിന്നെ നമുക്ക് മുട്ടയ്ക്കകത്തിട്ട് പൊരിച്ചാൽ സൂപ്പറാട്ടോ. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. ഇഷ്ടമാതിരി ഉണ്ടായി വന്നിട്ടുണ്ട്. ചെറിയ ടൊമാറ്റോ നോക്കി. വളമുള്ളതുകൊണ്ട് നല്ല അടിച്ച് പൊളിച്ച് കയറി തന്നെ. എല്ലാം ഇങ്ങനെ മുറ്റത്ത് തന്നെ ശരിയാവില്ല. ഞാൻ കുറച്ച് ഉള്ളിത്തൊണ്ട് മുട്ടത്തോടൊക്കെ എടുത്തിട്ടുണ്ട്. ഞാനതൊന്ന് മിക്സ് ചെയ്തത് നമ്മുടെ കരിയാപ്പിൻ്റെ ചോട്ടിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മണ്ണ് വെട്ടിയിട്ടുണ്ട്. ഇത് മേളിൽ ചുമ്മാ ഇട്ടിട്ട് കാര്യമില്ല കേട്ടോ. ഇതിട്ട് കൊടുത്തിട്ട് മണ്ണ് വെട്ടിയിടണം. പെട്ടെന്നുള്ള ഒരു റിസൾട്ട് നമുക്ക് കാണാൻ കഴിയും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനി നാളെ ഒരു അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ ബൈ.